നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ എത്താറായിട്ടുണ്ട്. ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളൊരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, നമുക്ക് ഒരുപാട് മലയാളികൾ അറിയാതെ പോകുന്നു, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസും ജോലി ഒരു വർഷത്തിനുള്ള നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തി കൃത്യം 1 ഇയർ ഗ്യാപ്പ്, 1 ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റുന്ന ഏറ്റവും മികച്ച IB ഇന്റലിജൻസ് ബ്യൂറോ, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമായ ഇന്ത്യയുടെ കേന്ദ്ര ഏജൻസിയാണ് ഇന്റലിജൻസ് ബ്യൂറോ IB എന്ന് പറയുന്നത്. അപ്പോൾ IBയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. ഒഫീഷ്യലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ എക്സാമിന് 3 tier ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാമിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് IB വരുന്നത്. ഇതിൻ്റെ പോസ്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ആണ്. സെക്യൂരിറ്റി അസിസ്റ്റൻ്റ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അതായത് പുതിയതാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ പറയുന്നത്. നമുക്ക് കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് എന്തുണ്ട്, നമുക്ക് വേക്കൻസീസ് ഉണ്ട്. ഏകദേശം 300+ ആണ് കഴിഞ്ഞ തവണ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ വേക്കൻസി നികത്തുന്ന രീതിയിലുള്ള എക്സാമും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ആണ്. ജനറൽ കാറ്റഗറിക്ക് 27 വയസ്സ് വരെ, OBCക്ക് 30 വയസ്സ് വരെ, SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് അവരെ കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നമ്മളൊരു Google ഫോം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് പറഞ്ഞില്ല, നോട്ടിഫിക്കേഷൻ ഇതുവരെ ആയിട്ട് നമുക്ക് ഇപ്പോൾ എക്സാം കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് സോൺ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ആയിട്ടാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് 0 ലെവൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് 3 tier ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, 100 മാർക്കിൻ്റെ ചോദ്യം, 4 ഓപ്ഷൻസ്, ഒരു ചോദ്യം വെച്ചിട്ട്. ഇനി Tier 2 ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രാൻസ്ലേഷൻ ആണ് തരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇംഗ്ലീഷ് ടു മലയാളത്തിലേക്കും മലയാളം ടു ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് Tier 3 വരുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ലാസ്റ്റ് നമ്മളൊരു രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. ഇനി ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. നമുക്ക് പ്ലസ് അലവൻസും കൂടി വരുന്നുണ്ട് കേട്ടോ. പേ സ്കെയിൽ വരുന്ന 21,700 to 69,100 വരെ. അതിൽ മേളിലേക്ക് നമുക്ക് TA ഒക്കെ കിട്ടും. നമുക്ക് ഫീൽഡ് വർക്കും കാര്യങ്ങളും മാറി നിൽക്കുന്ന അനുസരിച്ചൊക്കെ അലവൻസസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതനുസരിച്ച് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഏകദേശം 334 വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ 550 രൂപയാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ EWS OBCക്ക് നമുക്ക് 100 രൂപയാണ് വരുന്നത്. പ്ലസ് എക്സാമിനേഷൻ ഫീ ആണ്, അതായത് പ്രോസസ്സിംഗ് ചാർജ് കൂട്ടി 650 രൂപയാണ് കേട്ടോ വരുന്നത്. അതിൽ തന്നെ ഗ്രൂപ്പ് C എംപ്ലോയിഡ് എക്സ് സർവീസ്മാന് 100 രൂപയാണ്, അതിൻ്റെ കൂടെ അഡീഷണൽ വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പോൾ 650 രൂപയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഏജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. OBC ആകുമ്പോൾ 30 വയസ്സ് വരെയാണ് വരുന്നത്. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി കാര്യം ഞാൻ പറഞ്ഞ പോലെ എക്സാമിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിനകത്ത് റീസണിങ്, GK, മാത്സ്, ഇംഗ്ലീഷ്. അപ്പം 30, അതായത് നമുക്ക് കട്ട് ഓഫ് ഒന്ന് ഫസ്റ്റ് വന്നു വെച്ചാൽ നമ്മുടെ മാർക്ക് റിസൾട്ടിനെ ബാധിക്കുന്നില്ല. ജസ്റ്റ് ആ കട്ട് ഓഫ് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ 100-ലായിരിക്കും വരുന്നത്. നമുക്ക് ഓരോ റിസർവേഷൻ അനുസരിച്ചിട്ട് ഓരോർക്കും ഡിഫറെൻറ്റ് കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്ന് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2nd tier-ലേക്ക് ക്ലിയർ ആവും. ഇതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ടെസ്റ്റാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ലോക്കൽ ലാംഗ്വേജ് സ്കിൽസാണ്. അതായത് നമുക്ക് അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്വാളിഫിക്കേഷൻ അത് ക്ലാരിറ്റി നമ്മളൊന്ന് ക്ലിയർ ചെയ്താൽ മതി. 50-ലായിരിക്കും മാർക്ക്, അതൊന്ന് ക്ലിയർ ചെയ്ത് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് മെയിനായിട്ടും പറയുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് മീൻസ് നമ്മൾ നോക്കുമ്പോൾ സമയത്ത് നമ്മുടെ പേഴ്സണാലിറ്റി, ഈ ഇൻ്റർവ്യൂ ആണ്, അത് നമുക്ക് IBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള രീതിയിലല്ല, നമ്മുടെ പേഴ്സണൽ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ റിസൾട്ടിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ Tier 1ഉം Tier 2ഉം നമുക്ക് മെയിനായിട്ടും പെർഫോമൻസ്, അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. Tier 1ൻ്റെ, അതായത് ഫസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഫൈനൽ റിസൾട്ട് വരുമ്പം
Tier 1 ഇൻ്റർവ്യൂവും കൂടെ കൂടിയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. വിച്ച് മീൻസ് നമുക്ക് ബെറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇൻ്റർവ്യൂവിന് തന്നെയായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 2 നമ്മൾ പറഞ്ഞല്ലോ, 500 വേർഡിൻ്റെ ഒരു പാസേജ് ഉണ്ടാവും. അത് നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുമാണ് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. മാക്സിമം 50 മാർക്കാണ് വരുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 1 hour ആണ് നമുക്ക് എക്സാം എഴുതാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത്രയും ലെങ്തി പ്രോസസ് ആയിട്ടുള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് നമ്മൾ മുൻപേ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ IB സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10th കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങളൊന്ന് എഴുതി വെക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ എക്സാം എഴുതി സിമ്പിളായിട്ട് ജോലി കയറാൻ പറ്റും. സിമ്പിൾ മീൻസ് നിങ്ങൾ പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഒക്കെ എഴുതി 1 hourൻ്റെ ഉള്ള ടൈം സെറ്റ് ചെയ്ത് എഴുതിയില്ല. ഫസ്റ്റ് ഒന്നും നമുക്ക് 1 hour ഒട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് എഴുതി മാത്രമാണ് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി Day 1, Day 2, Day 3, Day 4 ലോങ് ടേം ആയതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് വൈസായിട്ട് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ Day 1 എന്തൊക്കെയാണ്, Day 2 എന്തൊക്കെയാണ്, Day 3 എന്തൊക്കെയാണ്, അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകാനും മോക്ക് ടെസ്റ്റ്, എക്സാം അടുക്കുന്ന സമയത്ത് ലൈവ് ക്ലാസ്സസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ IBSCയുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്മിഷൻസും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.